നമുക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടായതുകൊണ്ടല്ലോ 100ഓളം കുട്ടികൾ ഇന്റർവ്യൂവിന് വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ആയത്. അപ്പൊ നിങ്ങൾക്ക് കഴിവില്ലാന്നൊരിക്കലും പറയരുത് അല്ലേ? അന്ന് ആലോചിച്ചായിരുന്നോ ഇനി മലയാളത്തിലെ ഭാവി അല്ലെങ്കിൽ ഭരിക്കാൻ വന്ന 2 താരങ്ങളെയാണ് ഇന്റർവ്യൂ എടുക്കാന്നൊക്കെ? അത് വിനീതാണ്, സുനാസാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ ആ ഒരു ഭാവി എന്തായാലും അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ചിലപ്പോ എന്നെ ആർക്കും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അന്ന് എടുത്തതിന്റെ ഇന്നത്തെ ഒന്നും മാറ്റം ഉണ്ടല്ലോ. അപ്പൊ ഞാനാണ് എടുത്തതെന്ന് ആർക്കും അറിയത്തില്ല. അടിപൊളിയായിട്ട് ആ ഒരു ചിൽ മൈൻഡിലാണല്ലോ. അപ്പോഴും അവരങ്ങനെ തന്നെയായിരുന്നു. നല്ല വളരെ നാച്ചുറൽ ആയിട്ട് നല്ല അവരൊക്കെ നല്ല സ്വഭാവമാണ്. അജു ആ ഇന്റർവ്യൂ കണ്ട് വിളിക്കുകയും ചെയ്യും, ആദ്യമായിട്ട് വിളിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സർവമയിലൂടെ നിവിൻ പോളിയും അജു വർഗീസും തിരിച്ചു വന്നേക്കണം ആ ഒരു കോംബോ. അപ്പൊ ഈ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാല് അവർ ഫസ്റ്റ് മൂവിയായ മലവാടി ആർട്സ് ക്ലബിലെ നിവിൻ പോളിനെയും അജു വർഗീസിനെയും ഇന്റർവ്യൂ എടുത്ത ആളാണ്. വിനീത് ശ്രീനിവാസ് ഗാനരചയിതാവുമായും തിരക്കഥാകൃത്തുമായും സംവിധാനമായിട്ടും വരുന്ന ചിത്രമാണ് മലർവാടി ആർട്സ് ക്ലബ്ബ്. ആ സിനിമയുടെ ഈ 8 താരങ്ങളുമായിട്ട് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുകയും ആശംസകളൊക്കെ ഞങ്ങളോട് പറയുകയാണ്. അപ്പൊ അതിപ്പോ വൈറലാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ചോദിക്കാനായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ അവരെന്ന് പറയുമ്പോൾ നിവിൻ പോളി, അജു വർഗീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത 2 താരങ്ങളാണ്. അപ്പൊ അവര് ഫസ്റ്റ് മൂവിയില് ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ എടുക്കാന്നൊക്കെ പറയുമ്പോ എക്സ്പീരിയൻസ് അത് ആ സമയത്ത് എടുത്തു. ഇപ്പൊ അത് വൈറലായിരുന്നു, എല്ലാവരും അത് കണ്ട് വളരെ അഭിപ്രായം. ഞാൻ പല കമന്റ് ഒക്കെ വായിക്കാറുണ്ട്. അജു വർഗീസിന്റെ ആണ് ഇത് ഷെയർ ചെയ്തത് ഫേസ്ബുക്കിൽ അവരുടെ. അപ്പൊ അത് അന്ന് ഭയങ്കര വൈറലായി. അപ്പൊ നിവിൻ പോളിന്റെ ഓരോന്ന് വരുമ്പോ ഇത് യൂട്യൂബിൽ പലവരും വെച്ച് വൈറലാക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ്. ചിലപ്പോ എന്നെ ആർക്കും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അന്ന് എടുത്തതിന്റെ ഇന്നത്തെ ഒന്നും മാറ്റം ഉണ്ടല്ലോ. അപ്പൊ ഞാനാണ് എടുത്തതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് എല്ലാവരും പറയുന്നതൊക്കെ കേട്ടു. ഞാൻ ചിലപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ മൊബൈലിൽ ഇന്റർവ്യൂ കാണുന്നുണ്ടാവും ആൾക്കാർ. ഞാനിങ്ങനെ നോക്കും, പക്ഷെ ഞാൻ പറയാറില്ല, അത് നമ്മളന്ന് പറയാറില്ല. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇന്റർവ്യൂ ആണെന്ന് വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അന്ന് ആലോചിച്ചായിരുന്നോ ഇനി മലയാളത്തിലെ ഭാവി അല്ലെങ്കിൽ ഭരിക്കാൻ വന്ന 2 താരങ്ങളെയാണ് ഇന്റർവ്യൂ എടുക്കാന്നൊക്കെ? അത് വിനീതാണ്, സുനാസാണ് അതിന്റെ ഡയറക്ടർ. അപ്പൊ ആ ഒരു ഭാവി എന്തായാലും അവർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കഴിവുള്ളവർക്കല്ലേ കിട്ടത്തുള്ളൂ. അതാണ് പുരുഷ ഭാഗ്യവാനാണ്. നമുക്ക് കഴിവില്ലായിരിക്കും, ആയിരിക്കും, അതായിരിക്കുമല്ലോ പുരുഷന് കിട്ടിയത്. നമുക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടായതുകൊണ്ടല്ലോ 100ഓളം കുട്ടികൾ ഇന്റർവ്യൂവിന് വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ആയത്. അപ്പൊ നിങ്ങൾക്ക് കഴിവില്ലാന്നൊരിക്കലും പറയരുത് അല്ലേ? അപ്പൊ പിന്നെ അതല്ല, ഒരു സിനിമയിൽ വരുമ്പോൾ ഭാഗ്യം വേണമല്ലോ. അപ്പൊ ആ ഭാഗ്യം എന്തായാലും നിലനിൽക്കുമല്ലോ. ഇപ്പൊ നിവിൻ പോളി തിരിച്ചു വന്നതല്ല, നിവിൻ പോളിക്ക് നല്ലൊരു കഥയും നല്ലൊരു ഇത് കിട്ടിക്കഴിഞ്ഞാല് എല്ലാ ആക്ടറും അല്ലാണ്ട് ഇപ്പോഴും പറയാനുണ്ട് തിരിച്ചു അങ്ങനെയില്ല. അത് അവർക്ക് നല്ല നിർമ്മാതാവും നല്ല സ്ക്രിപ്റ്റും നല്ല സംവിധായകനും വന്നു കഴിഞ്ഞാൽ സിനിമ എന്നും ഇതാവും. സിനിമകള് ടെക്നിക്കലൂടെ ഒരുപാട് സിനിമ നശിപ്പിക്കുന്നുണ്ട്. ഗംഭീര എഡിറ്റിങ് അങ്ങനെ ഇങ്ങനെ ആയിട്ട്. ഇപ്പൊ സല്ലാവുന്ന പടവും പണ്ടത്തെ കിരടുന്ന പടമൊക്കെ ഫിലിം ക്യാമറയിൽ എടുത്തതാണ്. അപ്പൊ അതിലധികം ടെക്നിക്കൽ ഉണ്ടായില്ല. അപ്പൊ കാണാൻ നമുക്ക് ഇതുണ്ടായി. ടെക്നിക്ക് കൂടുമ്പോ പടം നല്ലൊരു കഥ എടുക്കാൻ കഴിയുന്നില്ലെന്ന് ചില സമയങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇവര് ഇന്റർവ്യൂ എടുക്കുമ്പോ ഇപ്പൊ നിവിൻ പോളി, അജു വർഗീസ് എന്ന് പറയുമ്പോ ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോ ഭയങ്കര കോംബോ അടിപൊളിയായിട്ട് ആ ഒരു ചിൽ മൈൻഡിലാണല്ലോ. അപ്പോഴും അവരങ്ങനെ തന്നെയായിരുന്നു. വളരെ നാച്ചുറൽ ആയിട്ട് നല്ല അവരൊക്കെ നല്ല സ്വഭാവമാണ്. അജു ആ ഇന്റർവ്യൂ കണ്ട് വിളിക്കുകയും ചെയ്യും, ആദ്യമായിട്ട് വിളിക്കുകയായിരുന്നു. വളരെ സന്തോഷം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ വൈറലായി ഓരോരുത്തരിരുന്ന് കാണുന്നു. കൊറേ വർഷം മുന്നത്തെ വീഡിയോ അല്ല, അത് ഇപ്പൊ വൈറലായി. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഓരോ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരിരുന്ന് കാണാനൊക്കെ കാണാറുണ്ട്. അപ്പൊ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ടോ, ആഗ്രഹിക്കാറുണ്ടോ? ആഗ്രഹിക്കുന്ന അങ്ങനെ ഇതെന്ന് പറഞ്ഞാല് ഞാനതൊരു ഈ ഇന്റർവ്യൂ അന്ന് ചാനലിൽ ഇട്ടു, നമ്മള് ലോക്കൽ ചാനൽ, ലോക്കൽ ചാനൽ. പക്ഷെ ഈ ഇന്റർവ്യൂ ഇത് യൂട്യൂബിൽ ഞാൻ ഇടണം കേട്ടു, ഈ ഇന്റർവ്യൂ കിട്ടിയിട്ടേ ഇല്ല. CD കിട്ടുന്നില്ല. എനിക്കറിയാം പല സ്റ്റുഡിയോ കൊടുത്തപ്പോ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ കൊറോണ സമയത്ത് ഒരു കുട്ടി ലാപ്ടോപ്പ് കളിക്കും, ഒന്ന് ഇതിട്ട് നോക്ക്, അപ്പൊ അതിൽ കിട്ടും. അപ്പൊ ഞാനത് സെറ്റ് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്തത്. അപ്പൊ ഇനി അവര് ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹമുണ്ടോ? ഇത്രയും ഇപ്പൊ വീണ്ടും വൈറലായല്ലോ അന്നെടുത്ത ഇന്റർവ്യൂ, പിന്നെ എടുക്കണം എന്ന് ആഗ്രഹം?
എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ എല്ലാവരും പറയാറുണ്ടായിരുന്നു ഇനി ഇന്റർവ്യൂ എടുക്കണം എന്നൊക്കെ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വനിതാ തിയേറ്ററിൽ എന്റെ സുഹൃത്ത് അജിമലിന്റെ ഒരു ആൽബം പ്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ ഇതിൽ വന്നതാണ്. സ്വന്തം കഥാപാത്രം ഇഷ്ടപ്പെട്ടെന്ന് സ്വയം പറയുന്നത് മോശമല്ലേ? പിന്നെ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പ്രകാശിന്റെ ഇഷ്ടമാണ്, പുരുഷന്റെ ഇഷ്ടമാണ്, പ്രവീണിന്റെ ഇഷ്ടമാണ്, സന്തോഷിന്റെ ഇഷ്ടമാണ്. അങ്ങനെയല്ലല്ലോ, ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ കുട്ടുവിന്റെ ആണ്, ഒരാൾ മാത്രമല്ലല്ലോ പറയുന്നത്. അപ്പം പൊതുവെ തമാശകളും ഒക്കെ ആയിട്ട് കൂടി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ തമാശ പറയുന്ന എല്ലാവരെയും ഇഷ്ടമായിരിക്കുമല്ലോ ബാക്കിയുള്ള എല്ലാവരും. അതിനുള്ള ഒരു താല്പര്യമാണ്. ആ ഇന്റർവ്യൂക്ക് ശേഷം അവര് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? സിനിമ അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെ? ചില സിനിമകള് നിവിന തുറമുഖം എന്ന പടം ഉണ്ടാകുമ്പോൾ നിവിൻ അവിടെ കണ്ടിട്ടുണ്ട്. Set പക്ഷെ നമ്മള് സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് കണ്ടിട്ട്. ഞാൻ പറയാറില്ല ഞാൻ ഇന്റർവ്യൂ എടുത്ത്. പക്ഷെ അവർക്കറിയാം, സെറ്റില് എല്ലാവർക്കും മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാ സെറ്റിലും എന്നെ അറിയുന്ന ആ സമയത്ത്. ഇപ്പൊ വൈറലായല്ലോ ആ ഇന്റർവ്യൂ വീണ്ടും. അപ്പൊ ഇനിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്താ പറയണം എന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? വളരെ സന്തോഷമുണ്ട് പറയാൻ. അവര് വളരെ വൈറലായി, വളരെ സിനിമകളെല്ലാം നല്ല പടമാണ്. നിവിയെല്ലാം നല്ല ഇപ്പൊ സർവമായ നല്ലൊരു സിനിമയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അജു വർഗീസും നല്ല സിനിമയാണ്. അപ്പൊ അവർക്ക് സന്തോഷം. അപ്പൊ ഇനിയും ഇതുപോലെ ഇനി എന്തെങ്കിലും ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഇന്റർവ്യൂ എടുക്കണ ആഗ്രഹം ഉണ്ടാവല്ലോ. അപ്പൊ നമ്മൾ അവര് ഇഷ്ടപ്പെടുന്ന അല്ലെ നമ്മളെ സിനിമ. ആരെങ്കിലും ആഗ്രഹമുണ്ടോ ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളത് ഇവരല്ലാണ്ട്? എനിക്ക് ധ്യാനിനെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് ധ്യാനിനെ ഇന്റർവ്യൂ ചെയ്യണം ഞാൻ സാധിക്കട്ടെ. ശരി, താങ്ക് യു.